കുറഞ്ഞ സമയം കൊണ്ടൊരു സിമ്പിൾ പുഡിങ്ങാണ് ഇന്നത്തേത്. വെർമിസെല്ലി പുഡിങ്ങാണ്. അപ്പോൾ അതിനായി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 100-150 ഗ്രാം വെർമിസെല്ലി ഒന്ന് ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വേണം അത് വറുക്കാനുള്ളത്. ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തിട്ട് അതൊന്ന് ഇറക്കി മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് 500 ml പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കണം. പാൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. രുചിയും മധുരവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള വെർമിസെല്ലി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി ഫ്ലെയിം ലോ ആക്കി കൊടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ അഗർ എടുത്ത് അല്പം പാലിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ അഗർ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ മിൽക്ക് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കുക. കുറുകി തുടങ്ങി കുറച്ച് തിക്കായി വരുമ്പോഴത്തേക്കും പാലിന്ന് തിക്കായി വരുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കി വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ അല്പം ഓയിൽ 4 വശവും തേച്ച് പിടിപ്പിച്ച് ഇത് അതിലേക്ക് പകർത്താം. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പകർത്തുന്നുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് പകർത്തി വെച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചർ വരെ പുറത്ത് തന്നെ വെക്കണം. അതിനുശേഷം ഒരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് 4 സൈഡും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിരിച്ചിട്ടെടുത്ത് കയ്യിൽ എന്താണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത്, നട്ട്സും ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.